ഞാൻ സത്യത്തിലേ കമ്പനി സെക്രട്ടറിഷിപ്പിന് വേണ്ടി ബുക്സൊക്കെ മേടിച്ചു. ബുക്സ് വായിച്ച് പഠിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്രേസായി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ അക്കൗണ്ടിങ് ഒക്കെ ഉണ്ടെങ്കിലും, കോസ്റ്റ് അക്കൗണ്ടിങ്, ജനറൽ അക്കൗണ്ടിങ് ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് താല്പര്യം തോന്നിയത് ഈ ലോയിലാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നി. എനിക്ക് തോന്നി എൻ്റെ കപ്പ് ഓഫ് ടീ കമ്പനി സെക്രട്ടറിഷിപ്പിനേക്കാൾ ഇതാണ് എന്നെനിക്ക് തോന്നി. അത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ 99 ഇവിടെ എൻറോൾ ചെയ്തു. എൻ്റെ പ്രാക്ടീസിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ കൺസ്യൂമർ കോടതികൾ, സീനിയർ ഏൽപ്പിച്ചുകൊണ്ടിരുന്ന കൺസ്യൂമർ, അതുപോലെ DRT ഒക്കെ പ്രതിവക്കാലത്തുകളാണ് അവിടെ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കൺസ്യൂമറിൽ പ്രതിവക്കാലത്തായിട്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് കൺസ്യൂമറിന് വേണ്ടിയുള്ള കോടതികളാണ്. നമ്മൾ മിക്കവാറും ഫ്ലാറ്റ് കമ്പനിക്ക് വേണ്ടിയായിരിക്കും. ടൈമിൽ പണിത് കൊടുത്തിട്ടുണ്ടാവില്ല, കാശും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളാണ് നിയമം പറയും, മെയിൻറ്റൈനബിൾ ആണോ, എല്ലയോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, ടൈം എസൻസ് ആണോ. ഇപ്പോൾ കോടതികൾ അന്നിരുന്ന ജുഡീഷ്യൽ ഓഫീസർ ഒരു ഗോപിനാഥ പിള്ള, അന്ന് അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ, കാരണം വെച്ചാൽ അങ്ങേര് വൺ സൈഡഡ് ആയ പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തത് വളരെ, കാരണം വെച്ചാൽ പുള്ളി ഒരു കൺസ്യൂമറിനോടുള്ള പാവങ്ങൾ കാശ് കൊടുത്ത്, കാശും ഇല്ല, ഫ്ലാറ്റും ഇല്ല. ഞാനാകുമ്പോൾ ലോയിലുള്ള ഒരു താല്പര്യം കൊണ്ട് നമ്മൾ ലീഗൽ ആസ്പെക്ട്സിൽ ഒരു കേസ് ജയിക്കണം, ഒരു ത്രില്ലാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ പറപ്പിച്ച് കളയുമായിരുന്നു അന്ന്. എന്നാലും അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു. പിന്നെ DRTയിൽ, അപ്പോൾ DRTയിൽ ബാങ്കിന് നമ്മൾ റെസ്പോണ്ടൻ്റാ, കാശ് മേടിച്ച് തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അന്ന് സർഫേസ് ഇല്ല. അപ്പോൾ ബാങ്ക് DRTയിലാണ് അപ്രോച്ച് ചെയ്യാറ്. അപ്പോൾ DRTയിൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിന് എല്ലാം ഫുൾ പ്രൂഫായിട്ട് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മനസ്സിൽ എന്താ വെച്ചാൽ ഒക്കെ തോക്കണ കേസാണല്ലോ എന്നുള്ള മനപ്രയാസം. എന്നാലും അതിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ കരുതി. പിന്നെ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമോ